ഹലോ മോട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ മോട്ടോയുടെ മോട്ടോ എഡ്ജ് 30 അൾട്ര 200 മെഗാ പിക്സൽ ക്യാമറ വരുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഒരു ടീസിങ്ങും കാര്യങ്ങളൊക്കെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിലേക്ക് സെപ്റ്റംബർ 13 ലോഞ്ച് ആവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇത് ചൈനയിൽ ലോഞ്ച് ചെയ്ത സെയിം മോട്ടോ X30 പ്രോയുടെ ഒരു ഡിസൈൻ തന്നെ. ഇത് ഈ ഒരു ഡിസൈൻ എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ഇപ്പോഴാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ മനസ്സിലായത്. ഓക്കെ, സോ ഇതിൻ്റെ ഡിസൈനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ റിയൽമി GT Neo 3യുടെ ആ ഒരു സെയിം പാറ്റേണും ആ ഒരു സെയിം ഒരു ക്യാമറ ആംഗിളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ബട്ട് ഇവിടെ വലിയൊരു പ്രത്യേകത വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 200 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. മുകൾ ഭാഗവും താഴ്ഭാഗവും നോക്കുകയാണെങ്കിൽ ഒരു എഡ്ജ് ടു എഡ്ജ്, അതായത് ഒരു ബോക്സി ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു എഡ്ജ് ടു എഡ്ജ് കർവ്ഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു കിടിലൻ ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ബട്ടൺസൊക്കെ നല്ലൊരു എന്താ പറയുക പഞ്ചി ബട്ടൺസ് ആണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ Android 12 ആണ് ലഭിക്കുന്നത്. ഈ ഒരു മോട്ടോറോളയുടെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് വഴി റൺ ആവുന്ന ഒരു ജസ്റ്റ് ഒരു സ്കിൻ ഇട്ടിട്ടാണ് റൺ ആവുന്നത്. MIUI എന്ന് പറയുന്നത് MYUI ആണ് കേട്ടോ, അത് MIUI അല്ല. സോ ഈ ഒരു UI വെച്ചിട്ടാണ് ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇന്ത്യയിലേക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് കൊണ്ടാണ് ഇവർ വരുന്നത്. സോ ഇന്ത്യയിലേക്ക് പറയുകയാണെങ്കിൽ ഇവർക്ക് മെയിനായിട്ട് വലിയ വോയിസ് ഒന്നുമില്ല, അതുകൊണ്ടാണ്. ആൻഡ് ഇതിൻ്റെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ സാംസങ് ഗാലക്സി S22 അൾട്രയും iPhone 13 Pro ഒക്കെ വരെ തോറ്റു പോകുന്ന രീതിയിലുള്ള 200 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതൊരു അൾട്രാ ക്യാമറ എന്നാണ് അവർ അവതരിപ്പിക്കുന്നത്. സോ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കൂടെ തന്നെ ഒരു കേസും കൂടെ കിട്ടുന്നുണ്ട്. ക്യാമറ നല്ല രീതിയിൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കേസാണ്. അതോടൊപ്പം തന്നെ ബോക്സിനകത്ത് ഒരു ബ്ലാക്ക് കളർ ചാർജർ കാണാനായിട്ട് പറ്റുന്നുണ്ട്. 125 വാട്ട്സിൻ്റെ ഒരു ചാർജറാണ് ബോക്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ചാർജർ തന്നെയായിരിക്കും ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. അതുമല്ലാതെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടെ വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ 125 വാട്ട്സിൻ്റെ ചാർജർ യൂസ് ചെയ്ത് തന്നെ ചാർജ് ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി നമ്മൾ മാക്സേഫ് ചാർജേഴ്സിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ്. ഡയറക്റ്റ്ലി ഈ ഒരു ചാർജർ നമ്മുടെ വയർലെസ് ചാർജറോട്ട് കണക്ട് ചെയ്ത് നമ്മുടെ സ്മാർട്ട് ഫോൺ വെച്ച് കഴിഞ്ഞാൽ അതേ 125 വാട്ട്സിൽ തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. അതൊരു കിടിലൻ ഫീച്ചറായിട്ട് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ തോന്നി. കാരണം അല്ലാത്ത പക്ഷേ സ്മാർട്ട് ഫോൺസിൽ വയർലെസ് ചാർജിങ് വളരെ സ്ലോ ആണ്. ബട്ട് ഇതിൽ നല്ല സ്പീഡിൽ തന്നെ ചാർജ് ആവുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് AMOLED ഡിസ്പ്ലേ ഒന്നും അല്ല, ഒരു കിടിലൻ OLED പാനലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 6.67 ഇഞ്ചസിൻ്റെ ഒരു OLED കിടിലൻ ഒരു പാനൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ അകത്ത് 1 ബില്യൺ കളേഴ്സും 144 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. HDR10+ സപ്പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. 1250 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നെസ്സും 90.3% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്ന ഒരു കിടിലൻ സ്മാർട്ട് ഫോൺ തന്നെയാണിത്. 1080p × 2400 പിക്സൽസ് ആണ് ഇതിൻ്റെ ഈ ഒരു സ്മാർട്ട് ഫോൺ പിക്സൽ സൈസ് ഒക്കെ വരുന്നതെന്ന് പറയുന്നത്. 20:9 റേഷ്യോ ആണ് വരുന്നത്. 395 PPI ഡെൻസിറ്റിയും കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ കമ്പനി കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ UI നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്ത പോലെ തന്നെ MYUI ആണ്, അല്ലാതെ MIUI അല്ല. സോ ഈ ഒരു UIയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കറൻറ്റ്ലി ചൈനയിൽ മാത്രമാണ് ഈ ഒരു UI അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മുടെ പിക്സൽ സ്മാർട്ട് ഫോൺസിൽ കാണുന്ന പോലെ തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയിരിക്കും റൺ ആകുന്നത്. സോ സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ കാര്യം എനിക്ക് എടുത്ത് പറയേണ്ട ആവശ്യമില്ലാന്ന് തന്നെ തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു OS തന്നെയാണ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എന്ന് പറയുന്നത്. സോ സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ അകത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, പ്യുവർ OS എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെർഷൻ നോക്കുകയാണെങ്കിൽ കറൻറ്റ്ലി Android 12 റൺ ആവുന്നത്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വേറെ അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. ആൻഡ് ഇതിൻ്റെ സ്പീക്കേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് ഹർമൻ കാർഡോൻ്റെ സ്പീക്കേഴ്സാണ്. നിങ്ങൾക്ക് അറിയാലോ, JBLൻ്റെ കമ്പനിയുടെ സ്വന്തം സ്പീക്കേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത്. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഓഡിയോ ക്വാളിറ്റി ഈ ഒരു എന്താ പറയുക സ്പീക്കർ കൊണ്ട് തന്നെ നല്ല ഓഡിയോ ക്വാളിറ്റിയും കിട്ടുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ അൻഡും ബെഞ്ച് മാർക്ക് റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം 10 ലക്ഷത്തിന് മുകളിൽ തന്നെ ഇതിൻ്റെ ഈ ഒരു ബെഞ്ച് മാർക്ക് റിസൾട്ട്സ് വരുന്നുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് ബ്രാൻഡ് യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൾകോം സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4 നാനോമീറ്റർ പ്രോസസ്സറാണ്. നല്ല കിടിലൻ SM8475ൻ്റെ ഒരു കിടിലൻ കോൾകോം പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്ന GPU നോക്കുകയാണെങ്കിൽ Adreno 788 GPU ആണ്. നല്ല കിടിലൻ ഗെയിമിങ്ങിനൊക്കെ പറ്റിയ ഒരു കിണ്ണം കാച്ചി പ്രോസസ്സർ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. അത്രയ്ക്ക് കിടിലൻ പ്രോസസ്സറാണ് ബ്രാൻഡ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ ബീസ്റ്റ് ആക്കുക ഇത്ര കാര്യം തന്നെ മതി കേട്ടോ. സോ ഈ ഒരു പ്രോസസ്സറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ 144 ഹെർട്സ്, അതായത് 120 ഹെർട്സ് അല്ല
144 ഹെർട്സിൻ്റെ ഒരു കിടിലൻ ഡിസ്പ്ലേയും കൂടെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മെമ്മറി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് 12GB RAM 256ഉം 8GB RAM 256ഉം 8GB RAM 128ഉം 512GB 12GB RAM വെർഷനും അവൈലബിൾ ആണ്. ഈ ഒരു ഏറ്റവും കൂടിയ 512GB സ്റ്റോറേജ് വേരിയൻറ്റ് ചൈനയിൽ മാത്രമാണ് ഇറക്കുന്നത്. ഇന്ത്യയിലേക്ക് ഫ്ലിപ്കാർട്ട് അത് ടീസ് ചെയ്തിട്ടില്ല. ആൻഡ് UFS 3.1 ആണ് ഇതിൻ്റെ ഈ ഒരു മെമ്മറിയും കാര്യങ്ങളും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു പാർട്ടാണ് ഈ ഒരു വീഡിയോയിൽ വരാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ 200 മെഗാപിക്സൽ ക്യാമറയുടെ ഒരു റിവ്യൂ, ഒരു ചെറിയൊരു ഡീറ്റെയിൽഡ് പോർഷനാണ് ഇവിടെ കവർ ചെയ്യുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം ഈ ഒരു ക്യാമറ സെൻസറിന് വേണ്ടിയിട്ട് നമ്മുടെ സാംസങ് ആണ് ഈ ഒരു ക്യാമറ സെൻസർ പവർ ചെയ്യുന്നത്. സോ ഈ ഒരു സെൻസറിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഫ്യൂച്ചറിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയും കാര്യങ്ങളൊന്നും നോക്കാം. ഫ്രണ്ട് ക്യാമറ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 60 മെഗാപിക്സലിൻ്റെ വൈഡ് ക്യാമറയാണ്. ഒരു കിണ്ണം കാച്ച് ക്യാമറയാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. 4K 60fps നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ബാക്ക് ക്യാമറ നോക്കുകയാണെങ്കിൽ 200 മെഗാപിക്സലിൻ്റെ വൈഡും 12 മെഗാപിക്സലിൻ്റെ ഡെപ്തും 50 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡുമാണ് കൊടുത്തിട്ടുള്ളത്. 8K 30fps 4K 60 ആൻഡ് 30fps നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു കിടിലൻ ക്യാമറയാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. ഗൈറോ സപ്പോർട്ട് ഉണ്ട്. HDR 10+ സപ്പോർട്ടബിൾ ആയിട്ടുള്ള ഒരു കിടിലൻ ക്യാമറയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബ്രാൻഡ് എന്ന് പറയുന്നത്. സോ ഇതിനകത്തുള്ള എന്താ പറയുക ക്യാമറയും കാര്യങ്ങളും ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ തന്നെ 200 മെഗാപിക്സലിൻ്റെ ക്യാമറ പവർ ചെയ്യുന്ന സാംസങ് ആണ്. സാംസങ്ങിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല കിടിലൻ കളറും എല്ലാം നല്ല കിടിലായിട്ട് സാച്ചുറേറ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള ആക്യുറേറ്റ് ഉള്ള ഫോട്ടോസാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ അത് കിട്ടുന്നത്. പിന്നെ മാക്രോയുടെ കാര്യം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. 200 മെഗാപിക്സലിൻ്റെ നല്ല കിണ്ണം കാച്ച ഷോട്ട്സ് തന്നെ സൂപ്പർ മാക്രോയിൽ നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കുറച്ച് വല്ലാത്ത രീതിയിൽ തോന്നുന്നതിൻ്റെ കാരണം എനിക്ക് പനി ആയത് കൊണ്ടാണ്. സോ ഓണോട്ടൊക്കെ കുറച്ച് ഷാർജയും കാര്യങ്ങളൊക്കെ കുടിച്ചുകൊണ്ടാണ് എനിക്ക് പനി വന്നത്, അത് വേറൊരു കാര്യം. ആൻഡ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു ക്യാമറ വീഡിയോ, ഗെയിമിംഗ് റിവ്യൂ വീഡിയോ എല്ലാം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടുന്നതിലേക്ക് വരും. ഞാൻ ആദിത്യൻ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക് ജീക്സ്. ആൻഡ് അണ്ടിൽ ദെൻ ദിസ് ഈസ് ആദിത്യൻ സൈനിങ് ഓഫ്. ബൈ. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. ടാറ്റ.